ഈ 5 നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ? തീർച്ചയായും നിങ്ങളും രക്ഷപ്പെടാൻ പോകുകയാണ്. അതായത് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും എത്താൻ പോകുകയാണ് ഈ നക്ഷത്ര ജാതകർ. കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരും. ഇവരെ സംബന്ധിച്ച് ഒരുപാട് ദുഃഖങ്ങൾ പേറി ജീവിക്കുന്നവരാണ്. ഒരുപാട് പേർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു. പക്ഷേ എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി. ആ സഹായം ചെയ്തവരാരും ഇന്ന് ഈ നക്ഷത്ര ജാതകർക്ക് ഒരു തുണയായി ഇല്ല. ആരെ ഇവർ ആത്മാർത്ഥമായി സ്നേഹിച്ചോ അവരൊക്കെ ഇവരെ വഞ്ചിക്കുകയായിരുന്നു. തീർച്ചയായും ഈ നക്ഷത്ര ജാതകർക്ക് ഇനി നല്ല സമയം തുടങ്ങുകയാണ്. ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ? അത് നിങ്ങൾക്ക് ഏറ്റവും അധികം ഗുണം ചെയ്യും. ഏറ്റവും വലിയ മാറ്റത്തിലേക്ക് ആ വീടെത്തും. ഈ നക്ഷത്ര ജാതകർ എവിടെയുണ്ടോ അവിടെയൊക്കെ ഇനി പ്രതാപമാണ്. രാജകീയമായി ജീവിക്കുവാനുള്ള ഒരു യോഗം ഇനി അവർക്ക് വന്നു ചേരും. ഈ നക്ഷത്ര ജാതകർക്ക് മാത്രമല്ല, അവരോട് ഒപ്പം കൂടുന്നവർക്കും ആ ഒരു വലിയ ഭാഗ്യം വന്നു ചേരും. നക്ഷത്ര ജാതകർ തീർച്ചയായും പോകേണ്ട ക്ഷേത്രങ്ങളുണ്ട്. അവിടെ ചെറിയ വഴിപാടുകൾ നടത്തി ഈ നക്ഷത്ര ജാതകർ മുന്നേറുക. ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് വലിയ സൗഭാഗ്യങ്ങൾ തന്നെയാണ്. അതിൽ 3 വീട് വയ്ക്കുന്നവരുണ്ട്, 2 കാർ വാങ്ങുന്നവരുണ്ട്, ഒരു വ്യവസായം തുടങ്ങുന്നവരുണ്ട്, ഒരു കച്ചവടം ആരംഭിക്കുന്നവരുണ്ട്, വിദേശ രാജ്യത്ത് പോകുന്നവരുണ്ട്, വിവാഹം ഈ സമയം നടക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ വീട് വയ്ക്കുന്നവരുണ്ട്, സന്താനഭാഗ്യം വന്നു ചേരുന്നവരുണ്ട്. ജീവിതത്തിലെ എല്ലാ ഭാഗ്യാനുഭവങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരും. ആ ഭാഗ്യശാലികളായ നക്ഷത്ര ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഇവരുടെ കുടുംബത്തിൽ നല്ല ഐശ്വര്യം വന്നു ചേരും. ഇവരുടെ കുടുംബത്തിൽ ആയുരാരോഗ്യ സൗഖ്യം വന്നു ചേരും. സമ്പൽ സമൃദ്ധി ഉണ്ടാകും. അമ്മ മാരിയമ്മയുടെ അനുഗ്രഹം ഇവർക്ക് ധാരാളമുണ്ട്. ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ എത്രമാത്രം ദുഃഖം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും, ഒരുപാട് മാനസികമായ സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും, ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ്. ഞാൻ പറഞ്ഞു 3 വീട് വയ്ക്കുമെന്ന്. തീർച്ചയായും ഈ നക്ഷത്ര ജാതകരുടെ ജാതകത്തിൽ 3 വീട് വയ്ക്കുവാനുള്ള യോഗമുണ്ട്. ഇവരുടെ 30 വയസ്സിന് ശേഷമായിരിക്കും ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം വന്നു ചേരുക. ഇവരുടെ സമ്പൽ സമൃദ്ധിയുടെ നാളുകൾ തന്നെയായിരിക്കും ഇനി. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം. ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന സമയം. ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഈ ഒരു സമയത്ത് ഈ നക്ഷത്ര ജാതകർക്ക് നേടിയെടുക്കുവാൻ കഴിയും. അത്രയേറെ സൗഭാഗ്യമാണ്, അത്രയധികം നേട്ടമാണ് ഈ 5 നക്ഷത്ര ജാതകർക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നത്. ഇവർ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഈ 5 നക്ഷത്ര ജാതകർക്കും അവരുടെ ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കുവാൻ കാരണമാകും. ജീവിതത്തിലെ ഒരുപാട് മാറ്റങ്ങൾ കുതിച്ച ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യമാണ്. ഇന്ന് മുതൽ അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മേടൻ രാശിയിലെ അശ്വതി നക്ഷത്രം തന്നെയാണ്. നമുക്കറിയാം, അശ്വതി നക്ഷത്ര ജാതകർക്ക് 2024 പൊതുവെ അനുകൂലമായ വർഷമാണ്. പക്ഷേ ഇവർക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. ആ സങ്കടങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി ഇവർ എവിടെയുണ്ടോ, അശ്വതി നക്ഷത്ര ജാതകരായ മാതാപിതാക്കൾ നിങ്ങൾക്കുണ്ടാകാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ നക്ഷത്രം അശ്വതിയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ നക്ഷത്രം അശ്വതിയാകാം, നിങ്ങളുടെ ഭർത്താവിൻ്റെ നക്ഷത്രം അശ്വതിയാകാം. എങ്ങനെയാണ് എങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഒരു അശ്വതി നക്ഷത്രമുണ്ടോ, തീർച്ചയായും സമ്പൽ സമൃദ്ധിയാണ്.
ജീവിതത്തിലെ എല്ലാ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളും നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് തന്നെ ഉറപ്പിക്കാം. ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും വലിയൊരു അത്ഭുതം സംഭവിക്കും, വലിയൊരു മാറ്റത്തിന് കാരണമാകും. നിങ്ങൾ 3 വീട് വയ്ക്കും, 2 കാറ് വാങ്ങും, ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും നിങ്ങളെത്തും. അതായത് ഈ ഒരു വർഷം നിങ്ങളുടേതാണ്, നിങ്ങളുടെ ഭാഗ്യത്തിൻ്റേതാണ്. ഒത്തിരി നേട്ടത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അടുത്തത് ഇടവൻ രാശിയിലെ രോഹിണി നക്ഷത്രം. ഇവർക്കും ഈ ഒരു സമയം വളരെ അനുകൂലമാണ്. ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ നിങ്ങൾക്കുറപ്പിക്കാം ഭാഗ്യം തന്നെയാണ്. അതിൽ ലോട്ടറി ഭാഗ്യമുണ്ട്, ഒരു വീട് വയ്ക്കുവാനുള്ള ഭാഗ്യമുണ്ട്, സന്താന ഭാഗ്യമുണ്ട്, വിദേശ രാജ്യത്ത് പോകുവാനുള്ള ഭാഗ്യമുണ്ട്. എല്ലാ രീതിയിലും നേട്ടങ്ങൾ കൊയ്യുന്നതാണ് രോഹിണി നക്ഷത്ര ജാതകർ. രോഹിണി നക്ഷത്ര ജാതകർക്ക് കഷ്ടകാലങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതൊക്കെ ഇനി മാറും. ഒരുപാട് നേട്ടത്തിലേക്ക് പോകും, സൗഭാഗ്യത്തിലേക്ക് പോകും. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തണം, അവിടെ പാലഭിഷേകമൊക്കെ നടത്തുക. അതുപോലെ തന്നെ ജനുവരി മാസം നടക്കുന്ന തൈപ്പൂയ മഹോത്സവത്തിനൊക്കെ പോയി പങ്കെടുത്ത് അവിടെ വഴിപാടുകളൊക്കെ അർപ്പിക്കുക. രോഹിണി നക്ഷത്ര ജാതകർ സമയം നല്ലതാകുകയാണ്. രോഹിണി നക്ഷത്ര ജാതകരായ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അമ്മേ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. വലിയ സൗഭാഗ്യങ്ങൾ, വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടി വരും. അടുത്തത് കന്നി രാശിയിലെ ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്ര ജാതകർക്ക് 2 വീട് വാങ്ങുവാനും 3 കാറ് വാങ്ങുവാനുമുള്ള യോഗം വന്നു ചേരും. നല്ല രീതിയിൽ നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ശ്രമം നടത്തുന്നത് അത് വിജയിക്കുവാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യുക. തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ, വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടി വരും. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഒരു ലോട്ടറി ഭാഗ്യമാണെങ്കിൽ ലോട്ടറി ഭാഗ്യം, അതുപോലെ തന്നെ നിങ്ങളുടെ വസ്തുവകകൾ വിൽക്കാനുള്ള ഒരു ചാൻസ് വന്നു ചേരണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നടക്കുക. എല്ലാ കഷ്ടകാലങ്ങളും ഒഴിഞ്ഞ് ഒരുപാട് സൗഭാഗ്യത്തിലേക്ക് നിങ്ങൾ എത്തും. അത് നിങ്ങൾക്ക് ഉറപ്പായും സംഭവിക്കുന്ന കാര്യമാണ്. അടുത്തത് വൃശ്ചികൻ രാശിയിലെ തൃക്കേട്ട നക്ഷത്രമാണ്. ഇവർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഞാൻ പറഞ്ഞിരുന്നു കരുതിയിരിക്കേണ്ട നക്ഷത്രജാതകരാണ് തൃക്കേട്ട എന്ന്. എങ്ങനെ കരുതിയിരിക്കണം? ശത്രുക്കൾ നാനാഭാഗത്തുണ്ട്, നല്ല സമയമൊക്കെ തന്നെയാണ്. പക്ഷേ ശത്രുക്കളുടെ ഒരു വലിയ കൂട്ടം തന്നെ നിങ്ങളുടെ പിന്നിലുണ്ട്. അക്കാര്യമൊന്ന് ഗൗനിക്കുക. തൻ്റെ ചുറ്റും ശത്രുക്കളുണ്ട് എന്ന ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടാകണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ക്ഷേത്രദർശനം നടത്തണം. താനൊന്നും ചെയ്യാൻ പോകേണ്ട, തനിക്കൊന്നും സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിക്കുക. ഒരു ക്രിയകൾക്കും താങ്കൾ പോകേണ്ട, ആരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, തൻ്റെ മുന്നിൽ ദൈവമുണ്ട് എന്ന വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ, വലിയ നേട്ടങ്ങൾ വന്നു ചേരും. അടുത്തത് രേവതി നക്ഷത്രമാണ്. മീനൻകൂറിലെ രേവതി നക്ഷത്ര ജാതകർക്കും ഈ പറഞ്ഞ സൗഭാഗ്യങ്ങൾ ഒക്കെ വന്നു ചേരും. രേവതി നക്ഷത്ര ജാതകർക്ക് ഈ അടുത്ത കാലത്തായി ഒരുപാട് ദുഃഖങ്ങളാണ്, മനോവിഷമങ്ങൾ ധാരാളമുണ്ട്. എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ അലയടിക്കുന്നുണ്ട്. ഒരു മനസ്സമാധാനമില്ലായ്മ, എന്നാൽ ജോലി സ്ഥലത്ത് ഒരു സ്വസ്ഥത അനുഭവിക്കാൻ കഴിയാതെ വരിക, എന്നാൽ കുട്ടികളെ കൊണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവരെ അലട്ടുന്നുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറി ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കും. നിങ്ങൾ മനസ്സ് വെച്ചാൽ മതി. ജീവിതത്തിലെ എല്ലാ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളും കഴിഞ്ഞു പോയിരിക്കുന്നു. ഇനി നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നാളുകൾ തന്നെയാണ്. ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച, ദുരിതങ്ങൾ അനുഭവിച്ച നിങ്ങൾക്ക് ഇനി സൗഭാഗ്യവർഷം തന്നെയാണ്. തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയും. ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും, ഈ പറഞ്ഞ 5 നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വലിയ സൗഭാഗ്യങ്ങൾ, വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടി വരും. ഉറപ്പായ കാര്യമാണ്. ഇനിയുള്ള നാളുകൾ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ തന്നെയാണ്. അപ്പോൾ രേവതി നക്ഷത്ര ജാതകർ തീർച്ചയായും പോകേണ്ട ചില ക്ഷേത്രങ്ങളുണ്ട്. അതിലൊന്നാമത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. എനിക്കറിയാം, ഗുരുവായൂരപ്പനെ ഒരുപാട് ആരാധിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന നക്ഷത്രജാതകരിൽ ഏറ്റവും അധികമുള്ളത് രേവതി നക്ഷത്രജാതകർ തന്നെയാണ്. ഗുരുവായൂരപ്പൻ്റെ ഭക്തിയാണ് ഇവരെ നയിക്കുന്നത് തന്നെയും. തീർച്ചയായും അവർക്ക് ആ ഒരു സൗഭാഗ്യം വന്നു ചേരും.
രേവതി നക്ഷത്ര ജാതകർ ഓം നമോ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ, വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടി വരും. ജീവിതം മാറും. ഒത്തിരി സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങൾ എത്തും. ഉറപ്പായ കാര്യമാണ്. സൗഭാഗ്യങ്ങൾ ഒത്തിരി വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.